ഗോതമ്പ് പൊടിയുണ്ട്. ഗോതമ്പ് ദോശ മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ആദ്യത്തെ വന്നിട്ട് നമുക്ക് ബനാനയും അവക്കാഡോയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ പാൻ കേക്ക് പോലെ ചുട്ടെടുക്കാം. ബട്ടറിലോ അല്ലെങ്കിൽ എണ്ണയിലോ, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ഇത് തന്നെ നമ്മൾ അവക്കാഡോയും കുക്കുംബറും ഒനിയനും കൂടെ മിക്സ് ചെയ്തിട്ട് തേങ്ങയും കുറച്ചിടണം കേട്ടോ. ഇതുപോലെ പരത്തി അപ്പം പോലെ ചുട്ടെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് പല രീതിയിൽ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്, ക്യാരറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും, അല്ലെങ്കിൽ ഗരം മസാല, മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് പല രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് ആട്ടോ ഇത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയും തേങ്ങയും പഴവും കൂടെ ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ഇങ്ങനെ അപ്പം പോലെ ചുട്ടെടുക്കുന്നത്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നമ്മുടെ ബനാനയും ഗോതമ്പ് പൊടിയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒന്നെങ്കിൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി, അത് മാത്രമല്ല ഉണ്ടാക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇതും നല്ല ടേസ്റ്റാണ്. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയും. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട്.